ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഞാൻ ആവർത്തിക്കുന്നു, മനോവികാസ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ആ മനോവികാസത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്ന അത്യുത്തമ ജീവിത ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഈ രണ്ട് വരികൾ നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങളുടെ തലയിൽ അത്ര ഉറയ്ക്കണം. എന്താണ് ഗീത? മനോവികാസ ശാസ്ത്രം. അപ്പം ഇങ്ങനെ മനസ്സ് വികസിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ അത് നമുക്ക് മാത്രമേ സ്വയം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മളിലെ ഒരു വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ. ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ വളർന്ന് ഒരു ടീനേജിലേക്കാവുന്ന സമയത്ത് നേരത്തെ ഒരു ശബ്ദത്തിലൊക്കെ ഇത്തിരി പെൺകുട്ടികളുടെ ശബ്ദം പോലെ ഈവൺ ആൺകുട്ടികളുടെയൊക്കെ അത് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ശബ്ദത്തിലൊക്കെ ഒരു മാറ്റം, ഒരു ഗാംഭീര്യതൊക്കെ വരുന്നത് കാണാം ആൺകുട്ടികളിൽ. ആ ടീനേജിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം ഇതുപോലെ ഈ സാധനാനുഷ്ഠാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും കാണാൻ പറ്റും. അപ്പം അതിന് നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്നൊരു മാറ്റം കൃഷ്ണൻ്റെ ഗീതയിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ വികസിപ്പിക്കുന്നതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പല സാധനകൾ നമുക്ക് ചെയ്യാം. അത് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ഇതര മതങ്ങളൊക്കെ വളരെ അവരുടെ ഒരു സമ്പ്രദായത്തെ അവരടിച്ചേൽപ്പിക്കുന്നുവെങ്കിലും ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ സാധനങ്ങൾ അനുഷ്ഠിക്കാം. ഞാനത് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു മുസ്ലിം യുവാക്കൾ, ഒരാളല്ല കുറച്ച് മുസ്ലിം യുവാക്കൾ ഒരു പേരുണ്ടായി. അവർ വന്നത് ചാവക്കാട് ഭാഗത്തു നിന്നാണ്, അതായത് ഗുരുവായൂർ ചാവക്കാട്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്. അപ്പോൾ അവരിങ്ങനെ വന്ന് കുറേ നേരം എന്നോട് ഡിസ്കസ് ചെയ്തപ്പം അതിൽ 1-2 പേര് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ വളരെയധികം മെഡിറ്റേഷനൊക്കെ റെഗുലർലി ചെയ്യുന്ന ആളുകളാണ്, വളരെ അഡ്വാൻസ്ഡായിട്ട് പോയ ആൾക്കാരാണ്. അപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നത്തെ ഇസ്ലാം സമൂഹം മുഴുവൻ കുരുങ്ങി നിൽക്കുന്നത് ബ്ലൈൻഡ്ലി ഒരു പുസ്തകത്തിൽ പറഞ്ഞതിൽ മാത്രം നിൽക്കുന്നു എന്നല്ലാതെ ഒരു സെൽഫ് എഫേർട്ട് എടുക്കാൻ ആരും തയ്യാറില്ല. ഇവർ മുഹമ്മദ് നബി പറയുന്നു എന്ന് പറയുന്ന അനുസരിക്കുന്നു അല്ലാതെ മുഹമ്മദ് നബി അനുഷ്ഠിച്ച വ്രതങ്ങൾ, അനുഷ്ഠിച്ച ആ ഒരു മെഡിറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ധാരാളം തപസ് ചെയ്തിട്ടുണ്ടെന്ന്, അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇവർ തയ്യാറില്ല. കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അയാൾ പറഞ്ഞു അയാൾ കുറേയും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പല മന്ത്രങ്ങളും ചൊല്ലാറുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു ഏതൊക്കെയാണെന്ന്. അപ്പോൾ അവരുടെ ഇസ്ലാം മതത്തിൻ്റെ കുറേ മന്ത്രങ്ങൾ അയാൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലാറുണ്ട്, ഓം ഭൂർഭുവ സ്വത്തസ്സവിതുർവണ്യം. അപ്പോൾ എന്നോട് ഇതൊക്കെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയാറില്ല. കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കുക, അവരെ പിന്നെ തല വയ്ക്കില്ല, അതാ കുഴപ്പം. കാരണം ആ ഗ്രന്ഥത്തിനപ്പുറത്ത് ചിന്തിക്കാൻ അവർക്ക് അവകാശമില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇസ്ലാം മത പണ്ഡിതരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എത്ര അടിച്ചേൽപ്പിച്ചാലും സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ വളരും. കാരണം വികസിക്കുന്ന മനസ്സിനെ നിങ്ങൾക്ക് ചട്ടക്കൂടുകളിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആ മതത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. കാരണം നബി ഒരിക്കലും ചട്ടക്കൂടിൽ നിൽക്കാനല്ല പറഞ്ഞത്, വികസിക്കാൻ തന്നെയാണ്. അൽ ഹക്ക് എന്നുള്ള വാക്കുകളൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നീയാകുന്നു. അപ്പോൾ അവനിലേക്കെത്താൻ മാനസികമായി പരിശ്രമിക്കണ്ടേ, അതിനാ വികാസം ഉണ്ടാക്കി കൊടുക്കാനുള്ള വഴികൾ കാണിക്കണ്ടേ. അതിനു പകരം അവരെ കുറേ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആകാശത്തിനപ്പുറത്ത് 7 ആകാശത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്നും അവിടെ ഡെയിലി കള്ളും വെള്ളവും ഒക്കെ കിട്ടുമെന്നും അവിടെ ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ റോട്ടിൽ നടക്കണമെന്നൊക്കെ, ഇങ്ങനെയുള്ള ഈ വളരെ ഒരു താഴ്ത്തി ആ ഒരു സംസ്കാരത്തെ നിങ്ങൾ അധപ്പതിപ്പിക്കരുത്. കാരണം കേവലം കള്ളിനും പെണ്ണിനും വേണ്ടിയിട്ടാണോ ഈ സ്വർഗമൊക്കെ വെച്ചിട്ടുള്ളത് ദൈവം? അതിനപ്പുറത്തൊന്നും മനുഷ്യ വിചാരങ്ങളില്ലേ? സ്നേഹബന്ധം. നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത്, സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വികാരം തോന്നുക? അപ്പം
അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. മനുഷ്യന് കേവലം ലൗകികമായ ലൈംഗികമായ തൃഷ്ണകൾക്കപ്പുറത്ത് മാനസികമായിട്ട് അതിനുമപ്പുറം സുഖം കിട്ടുന്ന, ആത്മസുഖം കിട്ടുന്ന ഈ തപോ വൃത്തികളിലൂടെയുള്ള ലയങ്ങളൊക്കെ മനുഷ്യന് സാധിക്കും. അതിനല്ലേ നബിയൊക്കെ ഗുഹകളിലൊക്കെ പോയിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കണം. സമൂഹത്തിനെ കുറച്ചു നേരമെങ്കിലും കണ്ണടച്ച് അവരുടെ അന്തരാത്മാവിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഏതെങ്കിലും മന്ത്രം ഇന്നതേ പാടുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഭാഗവതത്തെയും ഭഗവത്ഗീതയൊക്കെ ആദരിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നതിൻ്റെ കാരണം അതാണ്. കൃഷ്ണൻ ഗീതയിലൊക്കെ പറഞ്ഞത് സർവേഷു കാലേഷു, ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ന സമയത്തേ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞില്ല. നോക്കൂ എന്തൊരു ഓപ്പൺനെസ് ആണെന്ന്. അതുപോലെ ഭാഗവതത്തിൽ പറയുന്ന കേനപ്രകാരേണ, കേനപ്രകാരമാണ്. നിങ്ങൾക്ക് ഇന്ന മന്ത്രി ചൊല്ലാവൂന്നില്ല, ഇത് ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ള ചട്ടക്കൂടുകളില്ല. ആ ചട്ടക്കൂട് വയ്ക്കുന്നത് തന്നെ നിങ്ങൾ അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനസ്സിനും വളരാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതെയൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ചട്ടക്കൂട്ടിൽ വളർത്താൻ പറ്റും? എത്ര കാലം പറ്റും? എത്ര കാലം പറ്റും? ഒരു കാലം കഴിഞ്ഞാൽ അതൊക്കെ മാറണം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരുപാട് ബുർക്കയൊക്കെ ധരിച്ച് കൊടും ചൂടത്ത് ഉള്ളിൽ വായുസഞ്ചാരമില്ലാതെ പോയാൽ രോഗികളാണ്, ശാരീരികമായ രോഗങ്ങൾ വരും. കാരണം അത്രയും ചൂട് താങ്ങാൻ ശരീരത്തിന് പറ്റാതെ വരുമ്പോൾ ഈ തരത്തിൽ നമ്മൾ ഒരുപാട്, ഞാൻ ഒന്നിനെ എതിർക്കല്ല, നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നരുത്. കാര്യം കാലം മുന്നോട്ട് പോകുമ്പോൾ മാനസികമായ വികാസം മനുഷ്യന് സംഭവിക്കണം. ഇപ്പം മനുഷ്യൻ കുറേ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് എല്ലാ തോന്നിവാസം ഇതുപോലെ ചെയ്യണമെന്നുള്ളതല്ല. മനുഷ്യൻ നല്ലതിനെ സ്വീകരിക്കാനും അവനവൻ്റെ മനസ്സിനെ കുറേ കൂടി നന്മകളിലേക്ക് ഉയർത്താനും അവന് സാധിക്കുന്ന മാർഗത്തെ തിരഞ്ഞെടുക്കാൻ അവൻ അനുവദിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു, നമുക്ക് എളുപ്പത്തിൽ പരിവർത്തനം വരുത്താൻ സാധിക്കണമെങ്കിൽ അതിന് ചില എളുപ്പ സാധനങ്ങൾ കൃഷ്ണൻ 30ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ്. ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്യതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷിബിത കൽമഷാം. ഒന്നുകൂടി ചൊല്ലാം. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം. അപരേ വേറെ ചിലർ. അപ്പോൾ വേറെ ചിലർ എന്നൊക്കെ പറയുമ്പോൾ അപരേ എന്നുള്ള വാക്കിപ്പോൾ നിങ്ങൾ കുറേ കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഭാരത മണ്ണിൽ ആർക്കും ഏത് സാധനങ്ങളും അഭ്യസിക്കാനുള്ള ഫ്രീഡമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചട്ടക്കൂടിലും ഭാരത സംസ്കൃതി നമ്മളെ പിടിച്ചു കെട്ടിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ അനുഷ്ഠിക്കുക. അതാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും. ഞാൻ എല്ലാ ഹിന്ദുക്കളെയും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളൊന്ന് തിരിച്ചറിയൂ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഐക്യത്തോടുകൂടി നിൽക്കുന്നു. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കൂ, അവിടെ ഷിയകളും സുന്നികളും പരസ്പരം ബോംബിട്ട് കൊല്ലുകയാണ്. മുജാഹിദുകളും അതുപോലെ തന്നെ അഹമ്മദീയരും പരസ്പരം അറ്റാക്ക് ചെയ്യുകയാണ്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കൂ, ഇസ്ലാം തന്നെയാണ് ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പള്ളികളിൽ, അവരുടെ മദ്രസകളിൽ അവർ തന്നെ കൊണ്ട് ബോംബ് വയ്ക്കുന്നു. മുസ്ലിമിനെ വെറുക്കുന്നു. നിങ്ങൾ ഏത് നാട്ടിൽ പോയി നോക്കൂ, ഇറാഖിലേക്ക് നോക്കൂ, ഇറാനിലേക്ക് നോക്കൂ, പല രാജ്യങ്ങളിലും അവരവരുടെ ശത്രുക്കൾ, അവരവരുടെ ആളുകൾ. മതം പരസ്പരം കൊന്നു തീർക്കുന്നു. അതെന്തേ ഇത്രമാത്രം കൊല്ലേണ്ടതായിട്ട് വരുന്നത്? കാരണം റിജിഡായിട്ടുള്ള കാഴ്ചപ്പാട്. ഇതാണ് ദൈവം പറഞ്ഞത്, അതുകൊണ്ട് ഈ വഴിക്ക് മാത്രമേ പോകാവുന്നു. എന്നാൽ ഭാരതത്തിൽ എന്തുകൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇത്രയും 80 കോടി ജനങ്ങളുണ്ടായിട്ടും ഹിന്ദുക്കൾ, ഞാൻ ഹിന്ദു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാവരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ വൈവിധ്യമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബംഗാളിൽ അവിടെ ബ്രാഹ്മിൻസ്, അവർ മത്സ്യം കഴിക്കും. അവിടുത്തെ ബ്രാഹ്മിൻസ്, അവർക്കത് പ്രശ്നമല്ല. എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി മുഴുവൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തലവെട്ടും ഇല്ല. ദാറ്റ്സ് വേ ലൈഫ്. ഓക്കെ, ആക്സെപ്റ്റഡ്. അതുപോലെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കൂ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ആചരണങ്ങളും രീതികളും. ചിലടത്ത് കൃഷ്ണനെ ആരാധിക്കുന്നു, ചിലടത്ത് ശിവനെ ആരാധിക്കുന്നു, ചിലർ ദേവിയെ ആരാധിക്കുന്നു, ചിലർ ഗണപതി ആരാധിക്കുന്നു, സുബ്രഹ്മണ്യനെ. ഒരു പ്രശ്നവുമില്ല ഇവിടെ. ആരെ വേണമെങ്കിലും കേനപ്രകാരേണ. ഇനി സാധനകളാണെങ്കിലോ ചിലർ കർമ്മയോഗികളാണ്, ചിലർ ഭക്തിയോഗികളാണ്, ചിലർ യോഗസിദ്ധികളിൽ യോഗാസനങ്ങളിൽ മുഴുകിയവരാണ്, ചിലർ ജ്ഞാനയോഗികളാണ്, തപോയോഗികളാണ്, ചിലർ അങ്ങനെ പല രീതിയിൽ
ആളുകൾ പല സാധനങ്ങൾ അഭ്യസിക്കുന്നു. അപ്പം ഏതും അഭ്യസിക്കാനുള്ള, ഏതിനെയും ആരാധിക്കാനൊക്കെ ഉള്ളൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇവിടെ തന്നിരിക്കുന്നതിന് കാരണം, അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിനെ വികസിപ്പിക്കാൻ ഏത് മാർഗം എന്നുള്ളതല്ല, ഏത് മാർഗമായാലും അതിൽ എത്രമാത്രം ഏകാഗ്രതയും അർപ്പണവും ഉണ്ടെന്നാണ്. ആ പോയിൻ്റാണ് ഇതര മതങ്ങൾക്ക് വിട്ടുപോയത്. കാരണം അവർ ഏകാഗ്രതയ്ക്കും അർപ്പണത്തിനും പ്രാധാന്യം കൊടുക്കാതെ അവരെ മാർഗം തന്നെ ശരി, ഈ മാർഗമല്ലാതെ ദിസ് ഈസ് ദ ഓൺലി വേ ടു സാൽവേഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഓൺലി വേ ടു ഹെവൻ, അതങ്ങനെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. ഒരൊറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാണ് അവിടെ. നിങ്ങൾക്ക് ട്രെയിനിലും യാത്ര ചെയ്യാം, ബസ്സിലും യാത്ര ചെയ്യാം, കാറിലും യാത്ര ചെയ്യാം, പ്ലെയിനിലും യാത്ര ചെയ്യാം. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ മതത്തിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ റിജിഡാണ്. ഭാരത ഋഷിവര്യന്മാർ പറയുന്നത് കേനപ്രകാരേണ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഏകാഗ്രമാക്കുക, മനസ്സിനെ അർപ്പിക്കുക, മനസ്സിനെ ലയിപ്പിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഓം നമോ നാരായണ വാസുദേവായ എന്ന് പറഞ്ഞാലും, അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പറഞ്ഞാലും, ഓം അൽഹംദുലില്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ ക്രിസ്ത്യൻ ഇതിൽ നിങ്ങൾ എന്താണ് ഈശോമീശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാലും, എന്തു വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, ഏത് മന്ത്രം വേണമെങ്കിൽ ജപിച്ചോളൂ. പക്ഷേ ഏകാഗ്രതയും അർപ്പണവും. നിങ്ങൾ വിഗ്രഹത്തിൽ എന്താ തെറ്റ്? നിങ്ങൾക്കൊരു മാല എടുത്തിട്ട് അതിൻ്റെ ബീഡ് പിടിച്ച് അതിങ്ങനെ കൈകൊണ്ട് ഇതാക്കാം. അപ്പോൾ നിങ്ങളൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടി ജപിക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്തിൻ്റെയോ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ തണ്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ ബീഡുകൾ, മണികൾ, അത് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ മതക്കാരും ഉപയോഗിക്കുന്നില്ലേ? ക്രിസ്ത്യൻ മതം ഉപയോഗിക്കുന്നില്ലേ കൊന്ത? ഇസ്ലാം മതത്തിൽ ഉപയോഗിക്കുന്നില്ലേ മാലകൾ? ഇപ്പം നിങ്ങൾക്കൊരു മാല ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ വിഗ്രഹത്തിനും അത് തന്നെയാണ് പർപ്പസ്. അതിനെ അലങ്കരിച്ച് വെച്ചിരിക്കണം മനസ്സിനെ ഏകാഗ്രതയ്ക്ക് വേണ്ടി. പർപ്പസ് ഈസ് മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ അർപ്പണവുമാണ്, ലയവുമാണ്. ഈ പോയിൻ്റ് നമുക്ക് നഷ്ടപ്പെടരുത്. അപ്പം അതുകൊണ്ടാണ് ഹിന്ദുക്കളൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിൽ ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹത്തിന് മുന്നിൽ അറിയാതെയെങ്കിലും കണ്ണടയ്ക്കുന്നത്. കാരണം നമുക്കറിയാം പുറത്തുള്ളതല്ല സത്യം. ആരും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടല്ല, പക്ഷെ അറിയാതെ നമ്മൾ കണ്ണടച്ചു പോകുന്നു. ഈവൻ കുട്ടികൾ പോലും കണ്ണടച്ചു പോകുന്നു. അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടോ കണ്ണടച്ച് പ്രാർത്ഥിക്കും പൂജാമുറിയിലൊക്കെ. പറയാതെ നമ്മൾ കണ്ണടച്ചു പോവുകയാണ് അവിടെ എത്തുമ്പോൾ. അപ്പം നമുക്കറിയാം ഉള്ളിലാണ്. പിന്നെ എന്തിനാ രൂപം? ഏകാഗ്രതയ്ക്കാണ്, മനസ്സിനെ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നാമസ്മരണയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ലയിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പം ഇത് നമുക്ക് വ്യക്തമാണെങ്കിൽ, നിങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് തള്ളിക്കയറേണ്ട കാര്യമില്ല. ബഹളാണെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുക. പുറത്തിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മതി. നിങ്ങൾ ബഹളം വെച്ച് ഉള്ളിക്കയറണ്ട. ഇനി ആരും വലിയ തിരക്കൊന്നുമില്ല, ഉള്ളിൽ പോയി തൊഴുതുള്ളൂ. പക്ഷേ അവിടെ കുറച്ച് നേരം നിന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കും, മനസ്സിനെ ലയിപ്പിക്കൂ. ഇത് നിങ്ങൾക്ക് വ്യക്തമാണ്. ഇറ്റ്സ് ഓൾ ഫോർ മൈൻഡ്. സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത. എല്ലാം മനസ്സിന് വേണ്ടിയിട്ടാണ്. ചിത്തമേവഹി മൂലം കാരണം. ചിത്തം തന്നെയാണ് ഇവിടെ കാരണം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ചിത്തനിരോധനമാണ് എന്നൊക്കെ ഓരോ മഹർഷിവര്യന്മാരും, ഞാനിപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ കോട്ട് ചെയ്തു, പതഞ്ജലി മഹർഷി ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷിയുടെ കോട്ട് ചെയ്തു. കൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്നത് എല്ലാം മനസ്സിന് വേണ്ടിയിട്ടാണ്. മനസ്സിന് വേണ്ടി അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേനത് ഗൃഹ്യതിനി 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. മനസ്സിന് വേണ്ടിയിട്ടാണല്ല. അപ്പം അത് നമുക്ക് വ്യക്തമാണ്. മനോവികാസം സാധിക്കണമെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ ലയവും. മനസ്സ് വികാസം സംഭവിക്കും തോറും മനസ്സ് ഈശ്വരനായി. മനസ്സാണ് ജീവാത്മാവ്. അത് വികസിക്കും തോറും പരമാത്മാവ്. ഏതുപോലെ പുഴ ഒഴുകി 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 കടലായിത്തീരുന്നവർ. പുഴ തന്നെയാണ് കടലാവുന്നത്. കടലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പുഴയും കടലും രണ്ടല്ല, പിന്നെ കടലേ ഉള്ളൂ. ഇതുപോലെ മനസ്സ് വികസിച്ച് പിന്നെ മനസ്സില്ല, ഈശ്വരനേ ഉള്ളൂ. ഈശാവാസ്യമിതം സർവം. അപ്പം അതുകൊണ്ട് മനോവികാസത്തിന് ഏത് മാർഗങ്ങളെയും സ്വീകരിക്കാം എന്ന് കൃഷ്ണൻ നമ്മുടെ ഋഷിവര്യന്മാർ ഭാഗവതത്തിലൂടെ, ഭഗവത്ഗീതയിലൂടെ, ഉപനിഷത്തിലൂടെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് സാധനകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിന് എളുപ്പമുള്ളൊരു സാധനമാണ് അപരേ നിയതാഹാരം.
ഒരു കൂട്ടര് നിയതാഹാരം. ആഹാരം നിയതം. നിയതാഹാരം എന്ന് പറഞ്ഞാൽ നിയതം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുക, ആഹാരത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം? ആഹാരത്തെ കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ ആത്മീയമായിട്ട് വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വെക്കുന്നത് നല്ലതാണ്. കാരണം ആഹാരശുദ്ധവും സത്വശുദ്ധിയാണ്. ആഹാരം ശുദ്ധമായാൽ മനസ്സും ക്രമേണ ശുദ്ധമാവും. കാരണം ആഹാരം ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ പ്രാണനെ വളരെ പ്രൊവോക്ക് ചെയ്യും. അതായത് ശരീരത്തിൽ അനാവശ്യമായ ഒരു ഊർജ്ജശക്തി നമ്മൾ പകരും. ഇപ്പോൾ നമുക്ക് നോണൊക്കെ കണ്ടമാനം കഴിച്ച് ഇതൊക്കെ ഊർജ്ജശക്തി, കഴിക്കുന്ന ആഹാരം ഊർജ്ജമാവും. അതങ്ങനെ ഊർജ്ജശക്തിയായിട്ട് നമ്മുടെ മനസ്സിനെ അത് വെറുതെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇനി ഉള്ള തലമുറയിലുണ്ടല്ലോ ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ വളരെ വന്ന് കുറേ കഴിഞ്ഞാൽ സ്വയം നശിക്കുന്നതും നശിപ്പിക്കുന്നതും. അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ബ്രെയിൻ ശാന്തമല്ല. കാരണം വളരെയധികം ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ അങ്ങനെ ഇളകി മറിയാണ് പാടിയിൽ. അത്രയും എനർജി അങ്ങനെ കുമിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ആഹാര നിയന്ത്രണം വേണമെന്ന് പറയാനുള്ള കാരണം, പലരും തെറ്റിദ്ധരിക്കും ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്ന് ഇൻസിസ്റ്റ് ചെയ്യാമെന്ന്. അതല്ല, നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബൾബ്, ഒരു ഇപ്പം 8 വോൾട്ടിൻ്റെ ബൾബ് അല്ലെങ്കിൽ 16, ഇപ്പം LED ആണല്ലോ കിട്ടുന്നത്. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കുറേ കൂടി പവർ അങ്ങോട്ട് കടത്തി വിടണം. അതായത് ആ ഫിലമെൻറ്റിന് താങ്ങാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഫിലമെൻ്റ് ഇല്ലല്ലോ, ഇപ്പം മാറി, ഇപ്പം എല്ലാം LED ആയതോട് കൂടിയിട്ട് പുതിയ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കടത്തി വിടുമ്പോൾ തന്നെ ഇല്ലൂമിനേഷൻ ഉണ്ടാകുന്നു, അത് ഗ്ലോ ചെയ്യുന്നു, അങ്ങോട്ട് പ്രകാശിക്കുന്നു. അപ്പോൾ അതിന് കൂടുതൽ അങ്ങോട്ട് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവത്. ആ സിസ്റ്റം മുഴുവൻ, പണ്ടൊക്കെയാണെങ്കിൽ ഫിലമെൻ്റ് കത്തിപ്പോവത്, കരിഞ്ഞ് ടിപ്പ് അടിച്ചു പോവത്. ഈവൻ നിങ്ങളുടെ വീട്ടിൽ ഫ്യൂസുകൾ അതെന്തായാലും ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കാണാം, കറണ്ട് കൂടുതൽ ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ടിം അടിച്ച് ചിലപ്പം ഫ്യൂസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഡ്രിപ്പായിട്ടുണ്ടാവും. ഏത് മോട്ടറിൻ്റെ അകത്തേക്കും കറണ്ട് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിപ്പോവും. പലപ്പോഴും ഇടിമിന്നലൊക്കെ ഉള്ള ഏരിയകളിൽ അവർക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് ഹൈ പവർ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ TV അടിച്ചു പോവും, ഫ്രിഡ്ജ് അടിച്ചു പോവും. പലപ്പോഴും വീടുകളിൽ കനത്ത നാശം ഉണ്ടാകും. അപ്പം അതിന് താങ്ങാൻ പറ്റാത്ത ഊർജം വരുമ്പോൾ അത് നശിച്ചു പോകും. ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ കാര്യം. നമ്മുടെ ഓരോ പ്രായത്തിലും നമുക്ക് ആവശ്യമുള്ളത്ര ഊർജം കൊടുത്താൽ പോരെ ശരീരത്തിന്. അതിൽ കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് കുത്തി നിറച്ച് അതും കൂടുതൽ ഊർജമുണ്ടാകുന്ന ആഹാരം കടത്തിവിട്ട് ഈ ശരീരത്തിനും മനസ്സിനും എന്തിന് പ്രശ്നങ്ങളുണ്ടാക്കണം? ഇതൊക്കെ ഒന്ന് മനുഷ്യൻ ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ, അതാണ് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ബയോളജി അധ്യാപകന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിച്ചത് വെറും പൊട്ട ബയോളജി പഠിപ്പിച്ചിട്ടാണ്. മനുഷ്യൻ്റെ ബയോളജി പഠിപ്പിക്കുക നിങ്ങൾ. മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ഊർജ്ജം ആവശ്യമുണ്ട് ഓരോ പ്രായത്തിലും. നിങ്ങൾക്കറിയാലോ, മെഡിക്കൽ സയൻസിൽ അങ്ങനെ റേഷ്യോ ഉണ്ട്. ഓരോ പ്രായത്തിലും ഇത്ര ഹൈറ്റ് ഉണ്ടാവണം, ഇത്ര ശരീരത്തിന് വെയിറ്റ് ഉണ്ടാവണം എന്നൊക്കെ. എന്നതുപോലെ ഒരു ശരീരത്തിനും ഓരോ പ്രായത്തിൽ എത്ര എനർജി വേണം, കലോറി വേണം. ആ എനർജി നമുക്ക് പ്രകൃതിയെ അധികം നശിപ്പിക്കാതെ, ജീവജാലങ്ങളെ കൊന്നൊടുക്കാതെ എങ്ങനെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും? കാരണം മനുഷ്യൻ്റെ അത്യാർത്തിയിലാണ് മനുഷ്യന് സർവനാശങ്ങളുണ്ടായിട്ടത്. അത്യാർത്തിയിൽ. നിങ്ങൾ ഈവൻ കോവിഡിൻ്റെ കാര്യം തന്നെ നോക്കൂ. ചൈനക്കാരും വളരെ ഉറപ്പിച്ചു പറയണു, അവർ ലാബിലുണ്ടാക്കിയതാണെന്നുള്ളത് പച്ച സത്യമാണ്, നഗ്ന സത്യമാണ്. പക്ഷേ എന്നാലും അവർ പറയുന്നത് ഇത് അവരെ സംബന്ധിച്ച് വെറ്റ് മാർക്കറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ കാട്ടിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവന്ന് കൊന്നു അവിടുന്ന് വെട്ടിപ്പൊളിക്കുന്ന ആ സ്ഥലം, അതായത് മാംസ മാർക്കറ്റിൽ നിന്നാണ് വന്നതെന്നാണ്. അപ്പം ഇത്തരം വൈറസുകളൊക്കെ ഈ മാർക്കറ്റുകളിൽ നിന്ന് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അത്യാർത്തി കൊണ്ടല്ലേ ആ പാവം ജീവജാലങ്ങളെയൊക്കെ കയറി കൊല്ലുന്നത്. അവന് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിച്ചാലോ? ഈ ലോകം ഒരു കൊല്ലം ഒന്ന് വെജിറ്റേറിയൻ ആവാൻ നോക്കട്ടെ, ഒരു 90% രോഗങ്ങളും ഇല്ലാതെയും. ഞാൻ വെജിറ്റേറിയനെ പ്രൊമോട്ട് ചെയ്യല്ല, ഞാൻ അനുഭവം കൊണ്ട് പറയുന്ന 90% രോഗങ്ങളും മാറ്റാം. കാരണം ബാക്കിയൊക്കെ
ഇതൊക്കെ ഈ അനാവശ്യമായി അമിതമായി ഫുഡ് കഴിച്ച് അതിൻ്റെ കൊഴുപ്പും കൊളസ്ട്രോളും അതിൽ നിന്നുണ്ടായി ഹാർട്ട് കേടുവരുത്തി. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്നു നോക്കൂ, ഹോസ്പിറ്റലുകളിൽ ആരാണ് കൂടുതൽ എത്തിച്ചേരുന്നത്? അനാവശ്യമായി ഫുഡ് കഴിച്ചവരാണ്. ദാരിദ്ര്യം കൊണ്ട് രോഗികളായവരല്ല, ആവശ്യത്തിൽ കൂടുതലും അനാവശ്യമായി. കാരണം ശരീരത്തിന് താങ്ങാൻ പറ്റാവുന്ന ഊർജത്തിലപ്പുറം കൊടുക്കുകയാണ്, അതും നാക്കിൻ്റെ ഒരു രുചിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭാരതത്തിലെ പഴയ കാലം മുതൽ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു, തൈത്തിരീയ ഉപനിഷത്തിൽ നോക്കണേ, 5000 വർഷം മുമ്പുള്ള ഭാരതത്തിൻ്റെ ചിന്തകൾ നോക്കൂ. അന്നം ബ്രഹ്മേതി വിജാനീയാത്, അന്നത്തെ ഈശ്വരനായി കാണുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈശ്വരനായി കാണുമെന്ന് പറഞ്ഞാൽ അതിനോടൊരു ബഹുമാനം, അതിനെ ഭോഗവസ്തുവായിട്ടല്ല കാണേണ്ടത്, അത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ, ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതുന്നം നതു പുഞ്ചതാം, നാക്കിൻ്റെ രുചിക്ക് വേണ്ടി കഴിച്ചാൽ രോഗിയാണ്, ഭോഗി രോഗിയാണ്. പിന്നെ അതിനെ ഔഷധമായി കാണുന്നതാണ്. ഭുഞ്ചതാം ഔഷധം എന്നാണ്, മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കണം. ഇന്ന് ശങ്കരാചാര്യസ്വാമികളുടെ തോട്ട്സാണ് പല മെഡിക്കൽ കൊട്ടേഷനിൽ ഞാൻ കണ്ടത്. ഇഫ് യു ഈറ്റ് യുവർ ഫുഡ് ലൈക്ക് എ മെഡിസിൻ, യു ഡോണ്ട് ഹാവ് ടു ടേക്ക് മെഡിസിൻ. അതായത് മെഡിസിൻ എടുക്കുന്ന പോലെ ഫുഡ് കഴിക്കാൻ അത്രേ എടുക്കാവുന്നു, കൺട്രോൾ യുവർ ഡയറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇഫ് യു ഈറ്റ് യുവർ ഓൺ വേ, യു ഹാവ് ടു ഈറ്റ് ദ മെഡിസിൻ ഓർ യു ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ ദ വേ യു ഈറ്റ് എന്നാണ്. നിങ്ങൾ കഴിക്കുന്ന അത്രയും കുമ്പാരം മെഡിസിൻ കഴിക്കേണ്ടി വരും. ഇന്നിപ്പോൾ പലരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നല്ലൊരു വിഭാഗം ആളുകളും ബി പിക്കും കൊളസ്ട്രോളിനും, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ബി പി കൊളസ്ട്രോൾ? അമിതമായ ഊർജം, നിയതം ആഹാരത്തിൽ നിയന്ത്രണം വേണം. ആവശ്യമില്ലാത്തത് ശരീരത്തിന് കൊടുക്കണ്ട, ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കണ്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു ആഹാരം, ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാസ്മൃതി. നിങ്ങൾ നോക്കൂ, പൂർവികന്മാർ പറഞ്ഞാണ് ആഹാരം ശുദ്ധമാകും തോറും മനസ്സിൻ്റെ സാത്വിക ഗുണങ്ങൾ കൂടും, മനസ്സിൻ്റെ ഇൻ്റലിജൻസ് കൂടും, മനസ്സിൻ്റെ ഇൻ്റലിജൻസ് പവർ. അപ്പം നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവാൻ പറ്റും. സാത്വിക ആഹാര രീതികളിൽ നിന്നാണ് കലകളും മറ്റൊക്കെ വികസിച്ച്. ഈ ഭാരതത്തിൽ ഇത്രയും കലകളും സംഗീതവും എവിടെയുണ്ട്? ഏത് മതത്തിലുണ്ട്? വൈവിധ്യങ്ങളായ വാദ്യങ്ങൾ, നൃത്തങ്ങൾ, പാട്ടുകൾ, സംഗീതം. ഉത്തരേന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാനി ഉണ്ടെങ്കിൽ ഇവിടെ കർണാട്ടിക് ഉണ്ട്, ഇവിടെ കേരളത്തിലൊക്കെ മോഹിനിയാട്ടം, അങ്ങോട്ട് തമിഴ്നാട് കടന്നാൽ അങ്ങോട്ട് ഭരതനാട്യം, അത് കഴിഞ്ഞാൽ തെലുങ്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുച്ചിപ്പുടി. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഒഡീസി, ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും വൈവിധ്യം. സാത്വിക മനസ്സിൽ നിന്നേ കലകൾ രൂപപ്പെടുള്ളൂ. കഥകളി, കൃഷ്ണനാട്ടം, ഇതൊക്കെ സാത്വിക മനസ്സിൽ നിന്ന് രൂപപ്പെട്ടാണ്. അപ്പം അതുകൊണ്ട് സാത്വിക മനസ്സ് രൂപപ്പെടുത്തണം. ഞാൻ പറയണത് നിങ്ങൾ മറ്റൊന്നും കഴിക്കേണ്ടെന്നല്ല, പക്ഷേ കഴിയുന്നത്ര ആഹാരത്തിൽ ശ്രദ്ധ വയ്ക്കുക, അമിതമായ ഊർജം കൊടുക്കാതിരിക്കുക. അമേരിക്കയിൽ ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ വലിയൊരു ഫാഷനായിരുന്നു ഈ ഫ്രഞ്ച് ഫ്രൈ കഴിക്കുക എന്നുള്ളത്. കാരണം അത് ആരംഭത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഉപ്പ് കണ്ടമാനിട്ടതുകൊണ്ട് ഇങ്ങനെ ഉപ്പ് നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കും. അതിൻ്റെ രുചി അങ്ങനെയാണ്, കുറച്ചൊരു മസാലക്കൂട്ടും. അതാണെങ്കിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖം. എന്തിനു പറയണോ, ഒരു സമൂഹം മുഴുവൻ അങ്ങോട്ട് ഫാറ്റ് കൂടി ഒബീസിറ്റി എന്നുള്ള ഒരു രോഗം തന്നെ അവർ പേര് കൊടുത്തു. എന്ന് വെച്ചാൽ അമിതമായ ഫാറ്റ്, വയറൊക്കെ ഇങ്ങനെ കൊഴുത്ത് ഇങ്ങനെ അവസാനം വയറൊക്കെ വെട്ടിയെടുത്തിട്ട് തുന്നി ചേർക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കും നിങ്ങൾ, വയറൊക്കെ കിടക്കുന്നത് ഇങ്ങനെ, അതിൻ്റെ മുകളിൽ വേറെ വല്ല താഴെയൊന്നും കാണില്ല. പണ്ടൊരു കാരണവർ ഭക്ഷണം കഴിക്കാനിരുന്ന് കഥ കേട്ടിട്ടുണ്ട്, ഈ വയറ് ചാടിയ ഒരാൾ. അപ്പോൾ ഇദ്ദേഹത്തോട് ഇങ്ങനെ, പണ്ടൊക്കെ ഇല വെച്ച് ഇരിക്കുന്ന കാലമല്ലേ, അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ വിളമ്പണ സമയത്ത് ചോദിച്ചു അവിയൽ വേണമെന്ന്. അപ്പം പറഞ്ഞു ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേണമെന്ന്. അപ്പോൾ വിളമ്പണ ആൾ പറഞ്ഞു ഉണ്ടല്ലോ, അതെല്ലൂടെ പറഞ്ഞു താഴെ ഇല്ലെങ്കിൽ വേണം, ഉണ്ടെങ്കിൽ വേണ്ട. കാണില്ല ആൾക്കേ താഴെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഈ തരത്തിൽ ഒബീസിറ്റി എന്നൊരു അസുഖം. ഇന്നിപ്പോൾ ഏറ്റവും കാശ് വരുന്നൊരു ഓപ്പറേഷനാണ് ഈ ഒബീസിറ്റി. വയറ് കയറിയിട്ട് ഇതെല്ലാം കൂടി തുന്നി ചേർക്കൽ. ആ രീതിയിലേക്ക് മനുഷ്യൻ പോയി. ഒരു വശത്ത് സൊമാലിയയിലൊക്കെ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുന്നു, ഉഗാണ്ട, അങ്ങനെ കുറേ രാജ്യങ്ങൾ. കഷ്ടം തോന്നും. പാവങ്ങൾ പട്ടിണി, കഴിക്കാനുമില്ല, ഫുള്ള് തോക്കും വെട്ടിയും കൊല ചുറ്റും മതത്തിൻ്റെ പേരിൽ. പാവങ്ങൾ പട്ടിണി, എന്ത് ചെയ്യാൻ പറ്റും? അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, എന്തൊരു ദുരിതം.
നല്ല രീതിയിൽ പോയൊരു രാജ്യം നരകിക്കുകയാണെന്ന്. അപ്പം ഈ തരത്തിലൊക്കെ മനുഷ്യൻ വികൃതമായിപ്പോയി, പ്രാകൃതനായിപ്പോയി. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, മനുഷ്യനെ ഒരു സ്നേഹമുള്ള മനുഷ്യത്വമുള്ള വ്യക്തികളാക്കി മാറ്റാൻ ആഹാരം ശുദ്ധമാവുക, സാത്വികമാക്കുക. അത് നമുക്ക് ശീലിക്കാൻ സാധിക്കട്ടെ. അത് കുറേ അച്ഛനമ്മമാർ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ കോഴിമുട്ട പോലും, ഇന്ന് നിങ്ങൾ പറയുന്ന കോഴിമുട്ട കഴിക്കാൻ പറ്റും, അതുപോലും അപകടകരമാകുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് കഥകൾ കേൾക്കുന്നത്. ഓരോ കടയിലും, ഞാൻ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോൾ ഓരോ കടയിലും ലക്ഷക്കണക്കിന് കോഴിമുട്ട. ഒരു 10-20 നിങ്ങൾ ദുബായും അബുദാബിയും അതുപോലെ തന്നെ ഷാർജയും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ 10-20 വലിയ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റൊക്കെ കാണാം. അവിടെ 20-ലധികം ഉണ്ടാവുന്നു. ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് കോഴിമുട്ട വരാൻ മാത്രം ഇത് എവിടുന്നാണ് വരുന്നത്? ഈ ഇന്ത്യയിൽ തന്നെ നിങ്ങളൊന്ന് നോക്കൂ, ഓരോ സ്ഥലത്തും കടയിലൊക്കെ കോഴിമുട്ട വെച്ചിരിക്കണം. ഇത്രയൊക്കെ എവിടുന്നാണ് കോഴിമുട്ട? അപ്പോൾ എവിടെയോ ഇതിനെയൊക്കെ കൃത്രിമമാക്കി ഉണ്ടാക്കണില്ലേ എന്നുള്ളത് വളരെ വലിയ സംശയമുണ്ട്. അപ്പോൾ ഈ കൃത്രിമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നല്ല പ്ലാസ്റ്റിക് ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള വളരെ ഇതായിട്ട് കിട്ടാനൊക്കെ കിട്ടും. അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കരുക്കളൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ വളരെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എന്താ ഉണ്ടാക്കാൻ പറ്റാത്തത്? ദുരന്തം. ഇതൊക്കെ കഴിച്ചാൽ വയറ് കേടുവരെ, ക്യാൻസർ വരാതിരിക്കുമോ? പാല് തന്നെ കൃത്രിമമായിട്ടുണ്ടാക്കണം. ഞാൻ ഇന്ന് ഇത് പറയുന്ന സമയത്ത് കേരളത്തിൽ ഇന്നിപ്പോൾ ഈ പ്രഭാഷണം പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ചെയ്ത ന്യൂസ് ഞാൻ പറയാണ്. കേരളത്തിൽ ചായപ്പൊടി പിടികൂടി. ആന്ധ്രയിൽ നിന്ന് വരുന്ന ചായപ്പൊടിയാണ്. അത് ചായയായിട്ട് ഒരു ബന്ധവുമില്ല. ഏതോ ഒരു ഇല ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ കെമിക്കൽ ഇട്ടിട്ട് ചായയുടെ ഫ്ലേവർ വരുത്തുകയാണ്. ചായപ്പൊടിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇല. അത് ക്വിൻ്റൽ കണക്കിനാണ് പിടിച്ചിരിക്കുന്നത്. ആ വാർത്ത വായിച്ചിട്ടപ്പം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നാക്കിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കഴിക്കുന്നു, അവസാനം അവർ രോഗിയായി മാറുന്നു. അപ്പം അതുകൊണ്ട് വാട്ട് യു ഈറ്റ് ദാറ്റ് മേക്സ് യു. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് ആഹാരത്തിൽ നമ്മൾ വളരെയധികം ഉറപ്പ് വരുത്തുക. രോഗങ്ങളിലേക്കുള്ള യാത്രയാണ് ആഹാരം എന്നെപ്പോഴും ഓർമ്മ വയ്ക്കുക. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല ഇത് എത്രമാത്രം നല്ലതാണ്, എത്ര പഴകിയ സാധനമാണ് തരുന്നത്. നോർത്തിലൊക്കെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ നമ്മുടെ ഇവിടുത്തെ പോലെ ഹോട്ടലുകളില്ല. അത് നല്ല കാര്യമാണ്. നോർത്തിലധികം ഈ പഞ്ചാബി ഡാബ എന്ന് പറഞ്ഞ പോലെ ഡാബകളുടെ കൾച്ചറാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്നും സ്റ്റോക്ക് ചെയ്യില്ല. കാരണം ആരും സ്റ്റോക്ക് ചെയ്ത് മേടിക്കില്ല. എല്ലാവർക്കും ഫ്രഷ് വേണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഈ തരത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് വലിയ രോഗമില്ലാത്തത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള കേരളീയർക്ക് ഇന്ന് വിദേശത്ത് നിങ്ങൾ നോക്കി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്നിടത്താണ് ഏറ്റവും ഹോസ്പിറ്റലുകൾ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടിക്കൂടി വരുന്നത്. അപ്പം അതുകൊണ്ട് ആഹാര ശുദ്ധവും അപരേ നിയതാഹാര. തുടർന്ന് വീണ്ടും കൃഷ്ണൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹരി ഓം പ്രണാം. നിയ വേദവ്യാസ കവിത